ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അപ്പം നമ്മുടെ നയന സത്യങ്ങളൊക്കെ കനകയോടും ഗോവിന്ദനോടും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് പ്രകാരം നവ്യോട് ഇനിയിപ്പം ആ പഴയ രീതിയിലുള്ള, അതായത് പഴയ രീതിയിലുള്ളതല്ല, നമ്മുടെ ആദർശ തെറ്റുകാരനാണ് എന്ന് ഓർത്തിരുന്നപ്പോൾ ഗോവിന്ദനും കനകയും അങ്ങോട്ട് കുറെ അങ്ങ് സ്നേഹിച്ചു. നവ്യനെയും അഭിനയും തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നു. അപ്പം ആ ഒരു ഇതിനി മാറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ നവ്യക്ക് മനസ്സിലാവുകയാണ് എന്തോ ഉണ്ടായിട്ടുണ്ട്. നയനെ അവിടെ വന്ന് നിന്നപ്പം ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി കാണും. അത് അഭി പറയുന്നതാണ് കേട്ടോ. അഭി നവ്യോട് പറയുന്നതല്ലേ ഇപ്പം നവ്യ കേൾക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇപ്പം നയനെയും ആദർശേട്ടനെയും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവള് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ ഇതൊക്കെ പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് നല്ല രണ്ട് വർത്താനം നമ്മുടെ നന്ദു പറഞ്ഞു കേട്ടോ കനകയോട്. വെറുതെ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞതല്ലേ ആദർശേട്ടനും നയനേച്ചിയും. പിന്നെ എന്തിനാ വെറുതെ ഓരോന്ന് പറയുന്നത്, ദേഷ്യത്തോടു കൂടി പെരുമാറുന്നത്, കുറച്ച് ഒന്ന് അഭിനയിച്ച് നിന്നാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. മാത്രമല്ല, ഇതെങ്ങാണ്ട് നവ്യേച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ തലമണ്ട തല്ലി പൊട്ടിക്കുകയുള്ളൂ. തലമണ്ട തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? അതും നമുക്കൊക്കെ തന്നെയാ. ലാസ്റ്റ് നവ്യേച്ചി അവനെയും കൊണ്ടിട്ട് ജയിലിൽ പോവും. നമ്മൾ കുട്ടീനെ നോക്കി ഇവിടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ഇല്ലാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇപ്പം തൽക്കാലം പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ, അത് അമ്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സമയം പിന്നെ കൊടയും ബാഗും ഒക്കെ ആയിട്ട് നമ്മുടെ ചന്തുമോള് ചെന്നല്ലോ വീട്ടിൽ. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശീനൊക്കെ കൊടയും ബാഗൊക്കെ കൊണ്ട് കാണിക്കാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട് കൊട മുത്തശ്ശ, എന്റെ കൊട കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് മോളുടെ സെലക്ഷൻ ആണോ? അല്ല, ഇതെനിക്ക് എന്റെ നയനമ്മ എടുത്തു തന്നതാ. അപ്പോഴേക്കും നയന വന്നു കേട്ടോ. അപ്പൊ നയന പറഞ്ഞു ഇവക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ല. നമ്മൾ എന്ത് കാണിച്ചിട്ട് നല്ലതാണോ, ഇത് വേണോ എന്ന് ചോദിച്ചാൽ അവൾ പറയും അത് മതിയെന്ന്. സാധാരണ കുട്ടികൾ എന്തെങ്കിലും ഒരെണ്ണം കാണുമ്പം വാശി പിടിക്കില്ലേ, വാശി പിടിച്ച് കരയില്ലേ? ഇത് അതുപോലെ ഒന്നുമില്ല. ഈ കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്തെടുത്തു കൊടുക്കുന്നോ അതിൽ അവള് തൃപ്തിയാ. അവള് തൃപ്തിയായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെ വേണം കുട്ടികൾ. അല്ലാതെ എന്തിനും ഏതിനും വാശി പിടിച്ച് കരയുന്നത് മോശമല്ലേ? എൻ്റെ ചന്തുമോളെ നല്ല മിടിക്കുക. ഏതായാലും നാളെ സ്കൂളിൽ പോകാൻ പോവല്ലേ, സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വക ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞൊരു നെക്ലേസ് നമ്മുടെ ചന്തുമോൾക്ക് കൊടുക്കാണ് കേട്ടോ, കഴുത്തിലിട്ട് കൊടുക്കാണ്. ഇത് അനാമികയ്ക്കൊക്കെ കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല. അനാമികയും ജലജയൊക്കെ ഉണ്ട്. അപ്പം ജലജ ചോദിച്ചു, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തിനാ ഇപ്പോഴും സ്വർണം കൊണ്ടൊക്കെ മൂടുന്നത്? വലിഞ്ഞു കയറി ഓരോരുത്തർ വന്നിട്ട് സത്യം എന്തെന്നറിയാതെ ഇതൊക്കെ കൊടുക്കുന്നത് അർഹതയുള്ളവർക്ക് കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അർഹതയുള്ളത് ആരാ? നീയാണോടി ജലജെ അർഹതയുള്ളവള്? അതോ ഇനിയിപ്പം നിന്റെ കൊച്ചുമോനോ, അതോ നിന്റെ മോനോ? അർഹതയുള്ളവരുടെ കയ്യിൽ തന്നെയാണ് ഞാൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. നയനെയും ആദർശം നോക്കുന്ന കുഞ്ഞാണ് ചന്തുമോള്. അവര് ഏതായാലും ചന്തുമോളെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ പോകുന്നുള്ളൂ. പിന്നെ നിന്നെ ഞാൻ വളർത്തിയത് നല്ല രീതിയിലാണെങ്കിലും ചാതിയാലുള്ളത് തൂത്താ പോകൂലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഞാനൊന്നും പറയുന്നില്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ദത്തുപുത്രിയാണല്ലോ, ദത്തെടുത്തവളാണല്ലോ, ലാസ്റ്റ് അതിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൂടെ ഇടാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങ് മാറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ നവ്യ തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ അഭി വരുന്നുണ്ട് നവ്യനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നവ്യനെ കൊണ്ടുപോകാനായിട്ട് അഭി വരുമ്പോഴത്തേക്കും ആദർശിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവിന്ദന്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഗോവിന്ദനോട് പറയുകയാണ്, എന്ത് ചെയ്യാനാണ്, ഒരു ആദർശവീരനായ ഒരു ഏട്ടൻ ഉണ്ടായി പോയതുകൊണ്ട് എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. നാണക്കേട് കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. വേറൊന്നുമല്ല, പോകുന്നവരും വരുന്നവരും ഒക്കെ ചോദിക്കുന്നത് ആ കുട്ടി ആദർശേട്ടന്റെ ആണോ എന്ന്. എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഓഫീസിലൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. എന്ത് തറവാട്ടുകാരാണെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ചിലരുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തറവാട്ടിന്റെ അന്തസ്സും അഭിമാനവും പോവുമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, മോനെ മതി, നിർത്ത്. ഇനി ആദർശനെ കുറിച്ച് സംസാരിക്കണ്ട, നമുക്ക് ആ വിഷയം അങ്ങ് വിടാം. അതെന്താച്ചാ അങ്ങനെ പറഞ്ഞത്? എന്താ ഞാന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അതോ ഇനിയിപ്പം നയനയെടുത്ത് 2-3 ദിവസം ഇവിടെ വന്ന് നിന്ന് അച്ഛനെയും അമ്മേനെയും ബ്രെയിൻ വാഷ് ചെയ്തോ? നവ്യ പറയുന്നത് പോലെ ഞങ്ങളെ ആരെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് നന്നാക്കാൻ മാത്രം ഞങ്ങൾ മോശമായിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ പലർക്കും ഉണ്ടാകും. അത് ചില സമയങ്ങളിലൊക്കെ ഉള്ളതാണല്ലോ. ആ തെറ്റിദ്ധാരണ മാറി കിട്ടുമ്പോൾ നമ്മൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകും. ഇത് കേട്ടതും എന്ത് സത്യമാ അച്ഛൻ തിരിച്ചറിഞ്ഞത്? അല്ല, ഞാൻ സത്യം തിരിച്ചറിഞ്ഞ നല്ല മോനെ പറഞ്ഞത്. അല്ല മോന് ഓഫീസിലൊക്കെ എങ്ങനെയുണ്ട്? ഓഫീസിലെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. എന്താണ് ഓഫീസിൽ എനിക്ക് GM-ന്റെ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ.
അവിടെ എല്ലാം നോക്കി നടത്തുന്നത് എൻ്റെ ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു മാനേജര്. ആ മാനേജരാണ് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഇതിലും ഭേദം ബ്രാഞ്ച് തരാതിരിക്കുന്നതായിരുന്നു നല്ലത്. അപ്പോഴത്തേക്കും നമ്മുടെ നബിയും ഇറങ്ങി വരികയാണ്. അപ്പൊ നബി ഇറങ്ങി വന്നിട്ട്, അതേ അച്ഛാ, അബിക്ക് അവിടെ ബ്രാഞ്ച് കൊടുത്തു എന്ന് വലിയ പേരുമായി. പക്ഷെ അബി അവിടുത്തെ ആരും അല്ല താനും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കത്തില്ലേ ആദർശേട്ടനെ? ദേ, എൻ്റെ അഭി ഇപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവാ. ഭാര്യയും കുട്ടിയൊക്കെ സ്നേഹിച്ച് കള്ളത്തരം ഒന്നും കാണിക്കാതെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. ചില അബദ്ധങ്ങളൊക്കെ ചില സമയത്ത് ചിലവർക്ക് പറ്റൂലോ. ആ ഒരു അബദ്ധമൊക്കെ ആയിരുന്നു പറ്റിയിരുന്നത്. ഇപ്പം അങ്ങനെ അബദ്ധങ്ങളൊന്നും സംഭവിക്കാതെ തന്നെയാ അഭി മുന്നോട്ടേക്ക് പോകുന്നത്. മാത്രമല്ല തെറ്റുകളൊക്കെ തിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിന്റെ ഫുൾ ഉത്തരവാദിത്തം എൻ്റെ അഭിയെ ഏൽപ്പിക്കാൻ അച്ഛൻ പറയണം. അച്ഛൻ ഇതെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നിങ്ങനെ പറയാ. നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. പിന്നെ ആദർശനോട് ഞാൻ പറഞ്ഞാല് അവൻ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുത്തച്ഛനോട് പറയത്തില്ലേ? മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മുത്തച്ഛൻ പറയുന്നത് അമ്മി നന്നായിട്ട് ജ്വല്ലറി നോക്കൂല, ഇതുപോലെ കുറെ ബ്രാഞ്ച് ഏൽപ്പിച്ചു, അതെല്ലാം പൊട്ടിപ്പോയെന്നൊക്കെയാ. അപ്പൊ പിന്നെ സത്യമായിരിക്കും, സത്യമൊക്കെ തന്നെയാ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പം. നിങ്ങൾക്ക് തന്നെ അറിയാലോ എൻ്റെ അഭി പണ്ട് എങ്ങനെയായിരുന്നു. ഇപ്പം അഭി അങ്ങനെയല്ല. ഇപ്പം ആ കുടുംബത്തിലെ ഏറ്റവും ഫ്രോഡ് ആദർശേട്ടനാണ്. ഇത് കേട്ടത് നമ്മുടെ കനകയ്ക്ക് വീണ്ടും ചൊറിഞ്ഞു വരിക. അപ്പൊ നന്ദു പറഞ്ഞു, ഇനി നിൽക്കണ്ട, രണ്ടുപേരും കൂടെ പൊക്കോ, മഴക്കാറ് കയറി വരുന്നുണ്ടെന്നാ തോന്നുന്നത്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്നേ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പം നവ്യ പറഞ്ഞു, അതെ, തണുപ്പിനൊക്കെ മുമ്പ് നമുക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നേരെ കയറി വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജലജയുടെ കുത്തിത്തിരിപ്പായി, അതായി ഇതായി. കുട്ടിക്ക് നെക്ലേസ് കൊടുത്തു. ഇതുവരെ അനന്തപത്മനാഭൻ ഇവിടെ നിന്ന് എന്താ കിട്ടിയിട്ടുള്ളത്? 28 കെട്ടിന് കൊണ്ടിട്ട് 10-25 പവന്റെ സ്വർണ്ണം അല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന്. 10-25 പവന്റെ സ്വർണം കൊണ്ടിട്ടേ അനന്തപത്മനാഭന്, അതൊന്നും പോരാ, ഇനിയും കുമുകുമ സ്വർണം കിട്ടുമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പൊ നവ്യ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, എന്ത് ചന്തുമോൾക്ക് എന്തു കൊടുത്തെന്നാ പറയുന്നത്? അവക്കൊരു വലിയൊരു നെക്ലേസാ കഴുത്തിലിട്ട് കൊടുത്തത്. അതും പഴയ ഫാഷനൊന്നും അല്ല, പുതിയൊരു ഫാഷൻ കുട്ടികളുടെ നെക്ലേസ്. അതിനേതായാലും ഒരു 8 പവൻ 9 പവനോളം വരും. ആ കുട്ടിയുടെ കഴുത്ത് വരെ ചാഞ്ഞു പോയി. അത് നയനയുടെ കയ്യിലാ ഊരി കൊടുത്തത്. ഇതെല്ലാം നയനയ്ക്കാണല്ലോ. ദേ, മോക്ക് പ്രസവം കഴിഞ്ഞു വന്നു, എന്തെങ്കിലും ഒന്ന് തരായിരുന്നല്ലോ. തന്നോ? എന്തെങ്കിലും തന്നോ? ഇല്ലല്ലോ. 28 കെട്ടിന് കൊച്ചിനിട്ട് കൊടുത്ത സ്വർണം അല്ലാതെ നിനക്കൊന്നും തന്നിട്ടില്ല. ഇപ്പൊ നയനയുടെ കയ്യിൽ എന്തുമാത്രം സ്വർണവും സ്വത്തും പണവും ഒക്കെ ഇരിക്കുന്നത്. അവക്ക് മാസാമാസം ലക്ഷങ്ങൾ തന്നെയാ സാലറി ആദർശ് കൊടുക്കുന്നത്. അതൊന്നും എടുക്കാതെ ബാങ്കിലിട്ടേക്കാണ്. അതുപോലെ കുറെ സ്വർണ്ണാഭരണങ്ങളും കൊടുത്തില്ലായിരുന്നോ അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശൻ? ഇതെല്ലാം കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. അതൊന്നും അനക്കാതെ ഇപ്പൊ വീണ്ടും കൊച്ചിന്റെ പേര് പറഞ്ഞിട്ട് ഒരു നെക്ലേസ് മേടിച്ചിരിക്കുന്നു. അല്ല, ഇതൊക്കെ നിനക്കും തരാലോ, നീ ഈ വീട്ടിലെ അന്യായോണ്ടായിരിക്കും. അല്ല, നമ്മളൊക്കെ പുറമ്പോക്ക് കേസാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ ചോദ്യം ചെയ്യാനായിട്ട് മുത്തച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട്. മുത്തച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, എൻ്റെ മോന് നിങ്ങൾ ഇതുവരെ ഒന്നും തന്നില്ലല്ലോ. പരമ്പരാഗത സ്വത്തെന്ന് പറയാനായിട്ട് ഒന്നും തന്നിട്ടില്ല. 28 കെട്ടിന് കുറച്ച് സ്വർണം കൊണ്ടിട്ട് തന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് ചന്തുമോൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇതാണ് മുത്തച്ഛ വേറ്റുകൃത്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊന്നും വേണ്ട, സ്വർണമോ വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. എൻ്റെ അഭിയേട്ടന് ഒരു ബ്രാഞ്ചിന്റെ ജോലി അത് പൂർണ്ണമായിട്ടും ആ ഒരു ചുമതല ഏൽപ്പിക്കണം. ആ മാനേജരെ അവിടത്തേക്ക് മാറ്റണം. ഇത് കേട്ട ഉടനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, ദേ നവ്യെ, ഞാൻ ഒരു തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഇനി കൂടുതൽ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അവന് ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തത് തന്നെ തെറ്റായി പോയ കാര്യമാണ്. എന്ത് തെറ്റ് എൻ്റെ അഭിയേട്ടൻ ചെയ്തത് പറ? കുടുംബത്തെ സ്നേഹിക്കുന്നതോ, കുട്ടിയെ സ്നേഹിക്കുന്നതോ? എന്നിട്ട് പിഴച്ചുകുത്തി നടക്കുന്ന ആദർശേട്ടന് കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ പദവിയും. ദേ നവ്യെ, നീ നിന്റെ പണി നോക്കിപ്പോക്കോ. ആദർശ് പിഴച്ചുകുത്തി നടക്കാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആദർശേട്ടൻ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തോർപ്പിക്കുന്നത് പിഴച്ചുകുത്തിയിട്ടല്ലേ? ആ കുഞ്ഞ് ആദർശേട്ടന്റെ അല്ലേ? ആദർശേട്ടൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ആദർശേട്ടനെ പൊക്കി പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും ഒക്കെ പറയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശൻ, നീ പോ നവ്യെ, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നാറും. ഞാനല്ല നാറാൻ പോകുന്നത്, നീ തന്നെയാണ് നാറാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോ. ഉള്ള ജോലിയും കൂടെ ഞാൻ വേണ്ടാന്ന് വെക്കണോ? അല്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് പൊക്കോന്ന് പറയാം. ഏതായാലും നവ്യ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ഇനിയിപ്പൊ ചെയ്യുക? നവ്യനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് അവൻ ഓരോന്ന് കുത്തി തിരിപ്പിച്ച് വിടുന്നതാണ്. കൂടെ ആ ജലജയുണ്ട്. അവക്കിട്ടാ കൊടുക്കേണ്ടത്. മകനെ വളർത്തി വഷളാക്കി കയറി വന്ന മരുമകളെയും വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. ഈ സമയത്താണ് നമ്മുടെ
ആദർശിന്റെ ജ്വല്ലറിയിൽ ഒരു കാര്യം പരക്കുന്നത്. വേറൊന്നുമല്ല, ആദർശിന് ഒരു കുഞ്ഞുണ്ടെന്ന്. അങ്ങനെ ആദർശിന്റെ മാനേജരായ ഒരു ആളവിടെ ഉണ്ട്. അപ്പോൾ ഒത്തിരി വർഷമായിട്ട് മാനേജരായിട്ട് നമ്മുടെ ആദർശിന്റെ കൂടെ കൂടിയിരിക്കുന്നതാണ്. ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ആദർശ് സാറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എല്ലാവരും ഒക്കെ പറയുന്നുണ്ട് ആദർശ് സാറിന്റെ കല്യാണം മുമ്പൊന്ന് കഴിഞ്ഞതാണ്, നയന മേഡത്തിന്റെ രണ്ടാമത് വിവാഹം കഴിച്ചതാണെന്ന്. ഇത് ശരിയാണോ? ഇത് നയനയാണ് കേട്ടോണ്ട് വരുന്നത്. നയന അയാളോട് ചൂടാകുകയാണ് കേട്ടോ. നിങ്ങളോട് ഇതാരാ പറഞ്ഞത്? അത് പിന്നെ നമ്മുടെ ആ സിറ്റി റോഡിന്റെ അവിടെ ഇരിക്കുന്ന ജ്വല്ലറിയില്ലേ, അത് നോക്കി നടത്തുന്നത് ഇവിടുത്തെ അഭി സാറല്ലേ? ആ അതെ, അഭിയാണ്. അവിടുത്തെ സ്റ്റാഫുകളാ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ നമുക്ക് നമ്മുടെ നയനിക്ക് കാര്യം മനസ്സിലായി, അഭി തന്നെയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്ന്. ഏതായാലും അഭി നാട്ടുകാരുടെ മൊത്തം പാട്ടാക്കുകയാണ് കേട്ടോ, നമ്മുടെ ആദർശിന്റെ കുഞ്ഞുണ്ട് എന്ന്. സഹി കെട്ടിട്ട് നയന നമ്മുടെ അഭിനെ വിളിച്ചു വരുത്തുകയാണ്. ഇത് നയനയും ആദർശം അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഇതങ്ങ് മാറൂലോ, അഭിയുടെ അഹങ്കാരം മാറൂലോ. അതുകൊണ്ട് തന്നെ ഒരു ബീച്ചിന്റെ അവിടെ നമ്മുടെ അഭിനെ വിളിച്ചു വരുത്തിയിട്ട് അഭിയോട് പറയുകയാണ്, നീ ഇനി കൂടുതൽ സംസാരിച്ചാലും കൂടുതൽ കളിച്ചാലും സത്യങ്ങളൊക്കെ തുറന്നു പറയും. ആരാന്ന് എനിക്കറിയാം. ആരാ ചന്തുമോളുടെ അച്ഛനെന്ന് ഞങ്ങൾ പറയണോ? അത് നിനക്കറിയാലോ, നീയാണെന്ന്. ഇത് കേട്ടത് ഞെട്ടിപ്പോവാണ് കേട്ടോ നമ്മുടെ അഭി ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അഭിനെ ഭീഷണിപ്പെടുത്തി തന്നെ അഭിനെ ഇനി നന്നാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ നയന തീരുമാനിച്ചിരിക്കുന്നത്. അഭി അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ ഇനി വേറെ ബന്ധങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയന കളി തുടങ്ങിക്കഴിഞ്ഞു, പുതിയ നയന വന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച ഏകദേശം കുറെ കഥകളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അപ്ഡേഷനൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാട്ടോ. അപ്പൊ ടാറ്റ, ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.